മൂത്രത്തിക്കല്ല്, ഫാറ്റി ലിവർ തുടങ്ങി 15ഓളം അസുഖങ്ങളെ മാറ്റാൻ കഴിവുള്ള കുഞ്ഞൻ വിത്തുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതേതാണ് ഈ സാധനം എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേരെ, ഞാനപ്പോൾ വഴിയേ പറയാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കിഡ്നി സ്റ്റോൺ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉള്ളവരാവട്ടെ, അതുപോലെ തന്നെ വയറിന് പ്രശ്നങ്ങളുള്ള, അതായത് ആഹാരം കഴിച്ചിട്ട് വയറിൽ കറക്റ്റായിട്ട് ദഹിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ താണ്ടെ ഈ ഒരു കുരുക്കൾ മാത്രം മതി. അപ്പം ഇതിൻ്റെ പേര് ചുണ്ടയ്ക്ക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് താണ്ടെ ഇതുപോലൊരു ഇടികല്ല് ഇട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇതിനെ ഒന്ന് ഒരുപാട് ചതഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ഇതിനെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിനെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ശുദ്ധമായ മോരാണ്, ഒരു ഗ്ലാസ് മോരെടുക്കുക. ഇപ്പം തൈരാണെങ്കിൽ കുറച്ച് തൈരെടുത്ത് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് പൊട്ടിച്ചിട്ട ഈ ചുണ്ടയ്ക്ക, ഇതൊരു 10 ചുണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ കൊടുക്കുന്നത് നല്ലതാണ്. 1 മണിക്കൂറോളം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെക്കാം, ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ തണുപ്പിക്കാതെ അല്ലെങ്കിൽ പോലും 1 മണിക്കൂറിന് ശേഷം ഇതങ്ങ് കുടിക്കുക. നിങ്ങൾ ശരിക്കും ആഴ്ചയിൽ 1 തവണ കുടിച്ചാൽ മതി, നല്ല മാറ്റം ഉണ്ടാവും. അപ്പം ചിലർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാനാണ് നല്ലത്. ചിലപ്പം ചിലക്ക് ഇതിനകത്ത് ചിലപ്പം ഈ ചെറിയ കായാണെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് കറയുണ്ടാവും, അത് ചിലപ്പോൾ ഒരു അലർജിക്ക് കാരണമാവും. അതുകൊണ്ട് കുറച്ച് മുറ്റിയതെടുക്കാവും. മുറ്റിയതെടുത്താലും വേണമെങ്കിൽ ഒന്ന് ഇടിച്ച് ചതച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതാണ്. ആ വെള്ളം കളഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് ഇതുപോലെ ഇട്ട് ഈ മോരിനകത്ത് ഒഴിച്ച് കഴിക്കുന്നതും ഏറ്റവും ബെറ്ററായ ഒരു കാര്യം തന്നെയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കിഡ്നി സ്റ്റോണോ അതുപോലെ തന്നെ ഫാറ്റി ലിവറോ ഒക്കെ ഉള്ളവർ ഏറ്റവും ബെറ്ററാണ്. നിങ്ങൾ ആഴ്ചയിൽ 1 തവണ മാത്രമേ കുടിക്കാവൂ, 2 തവണയൊന്നും കുടിക്കേണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ചുണ്ടക്ക ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു കലവറ തന്നെയാണ്. ഇത് നമ്മൾ തോരൻ വെച്ചൊക്കെ കഴിക്കാറുണ്ട്. പല നാട്ടിലും പല പേരായിരിക്കും പറയുന്നത്, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചുണ്ടയ്ക്ക എന്നാണ് പറയുന്നത്. അപ്പം ഇത് തോരൻ വെച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആഴ്ചയിൽ 1-2 ദിവസം നിങ്ങൾ ആഹാരത്തിൻ്റെ കൂടെ ഈ ചുണ്ടയ്ക്കായും കൂടെ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ പറയുന്ന നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ 15ഓളം അസുഖങ്ങൾക്ക് ഈ പറഞ്ഞ ചുണ്ടയ്ക്ക ഏറ്റവും നല്ലതാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം, നിസ്സാര കാര്യമുള്ളൂ. അപ്പം മോരിനകത്ത് ഇടാൻ കാരണം മോരിനകത്താകുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റാണ്. ഈ പറഞ്ഞ കിഡ്നി സ്റ്റോണിന് കുറച്ചുകൂടെ എഫക്റ്റ് ആയിരിക്കും. പിന്നെ എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർ, അതുപോലെ തന്നെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, അതുപോലെ ചില അലർജി പ്രശ്നമുള്ള ചില ആൾക്കാരുണ്ട്. ഇവരൊന്നും ഇത് കഴിക്കേണ്ട. അഥവാ കഴിക്കണമെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാവൂ. അപ്പം അല്ലാതെ ഇത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. നമ്മൾ ചിലർക്ക് അറിയത്തില്ല, ചിലപ്പം ഈ അലർജി പ്രശ്നമുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ ചുണ്ടയ്ക്ക സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ കിഡ്നി സ്റ്റോൺ എന്ന് പറയുമ്പം വലിയ സ്റ്റോണുകൾക്കൊക്കെ പാടായിരിക്കും. ഒരു 3 mm ഒക്കെ ആണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് നമ്മുടെ മൂത്രത്തിൽ കൂടെ തന്നെ പുറത്ത് പോകും. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ആഴ്ചയിൽ 1 ദിവസം ചെയ്താൽ മതി. ഓക്കെ, ബൈ.